നമസ്കാരം സുഹൃത്തുക്കളെ. ലോകകപ്പ് നോക്കൌട്ട് റൗണ്ടിലെ ഏറ്റവും ആവേശകരമായ മത്സരങ്ങളിലേക്ക് സ്വാഗതം. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലും ലൂക്ക മോഡ്രിച്ചിന്റെ ക്രൊയേഷ്യയും തമ്മിലുള്ള പോരാട്ടം അവസാന നിമിഷം വരെ ട്വിസ്റ്റുകൾ നിറഞ്ഞ ഈ മത്സരത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. മത്സരത്തിന്റെ ആദ്യ വിസിൽ മുഴങ്ങിയതോടെ തന്നെ പോർച്ചുഗൽ ആക്രമണം ആരംഭിച്ചു. പന്ത് കൈവശം വെച്ചുകൊണ്ട് മികച്ച പാസിംഗ് ഫുട്ബോൾ കളിച്ച അവർ തുടർച്ചയായ അവസരങ്ങൾ സൃഷ്ടിച്ചു. മറുവശത്ത് ക്രൊയേഷ്യ അനുഭവസമ്പന്നരായ താരങ്ങളുമായി ക്ഷമയോടെ കളിച്ച് കൗണ്ടർ അറ്റാക്കുകളിലൂടെ ഭീഷണി ഉയർത്തി. ക്രിസ്ത്യാനോ റൊണാൾഡോയും ബ്രൂണോ ഫെർണാണ്ടസും മുന്നേറ്റത്തിൽ സജീവമായപ്പോൾ മധ്യനിരയിൽ ലൂക്ക മോഡ്രിച്ച് തന്റെ ക്ലാസ് വീണ്ടും തെളിയിച്ചു. ആദ്യ പകുതിയിൽ ഇരു ടീമുകൾക്കും ചില മികച്ച അവസരങ്ങൾ ലഭിച്ചെങ്കിലും ഗോൾ മാത്രം പിറന്നില്ല. അതോടെ ആദ്യ പകുതി ഗോൾ രഹിത സമനിലയിൽ അവസാനിച്ചു. രണ്ടാം പകുതി ആരംഭിച്ചതോടെ മത്സരം കൂടുതൽ ആവേശകരമായി. 53-ാം മിനിറ്റിൽ ക്രൊയേഷ്യയ്ക്ക് ലഭിച്ച മികച്ച മുന്നേറ്റം ഇവാൻ പെരിഷിച്ചിലേക്ക് എത്തി. മികച്ച ഫിനിഷിലൂടെ അദ്ദേഹം പന്ത് വലയിലെത്തിച്ചു. സ്കോർ 1-0. ക്രൊയേഷ്യ ആരാധകർ ആവേശത്തിലായി. പിന്നിലായ പോർച്ചുഗൽ ആക്രമണത്തിന്റെ വേഗം കൂട്ടി. റൊണാൾഡോയും കൂട്ടരും തുടർച്ചയായി സമ്മർദ്ദം ചെലുത്തിയതോടെ 68-ാം മിനിറ്റിൽ പോർച്ചുഗലിന് പെനാൽറ്റി ലഭിച്ചു. പന്തിന് പിന്നിൽ നിന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ. ലോകം മുഴുവൻ ശ്വാസമടക്കി പിടിച്ച ആ നിമിഷത്തിൽ റൊണാൾഡോ പന്ത് കൃത്യമായി വലയിലെത്തിച്ചു. സ്കോർ 1-1. വീണ്ടും മത്സരം സമനിലയായി. അതിനുശേഷം ഇരു ടീമുകളും വിജയ ഗോളിനായി ശക്തമായി പൊരുതി. ക്രൊയേഷ്യ അവസരങ്ങൾ സൃഷ്ടിച്ചെങ്കിലും പോർച്ചുഗൽ പ്രതിരോധം ഉറച്ചുനിന്നു. ഗോൾ കീപ്പറുടെ മികച്ച സേവുകളും മത്സരത്തിന്റെ ഗതി മാറ്റി. മത്സരം അധിക സമയത്തിലേക്ക് പോകുമെന്ന് എല്ലാവരും കരുതിയിരിക്കെ ഇഞ്ചുറി ടൈമിന്റെ 4-ാം മിനിറ്റിൽ പോർച്ചുഗൽ വീണ്ടും ആക്രമിച്ചു. റാഫേൽ ലിയാവോയുടെ മനോഹരമായ ക്രോസ് ബോക്സിലേക്ക് എത്തി. അവിടെ കാത്തുനിന്ന ഗോൺസലോ റാമോസ് ഉയർന്നു ചാടി നടത്തിയ ഹെഡർ നേരെ വലയിലേക്ക്. ഗോൾ. സ്കോർ 2-1. ആ ഗോൾ പോർച്ചുഗലിന്റെ വിജയ ഗോളായി മാറി. അവസാന വിസിൽ മുഴങ്ങിയതോടെ പോർച്ചുഗൽ 2-1 ക്രൊയേഷ്യയെ തോൽപ്പിച്ച് ലോകകപ്പിന്റെ അടുത്ത റൗണ്ടിലേക്ക് മുന്നേറി. ഈ മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ നിർണായകമായ സമനില ഗോൾ നേടിയപ്പോൾ ഗോൺസാലോ റാമോസ് അവസാന നിമിഷത്തിലെ വിജയ ഗോളിലൂടെ ടീമിന്റെ ഹീറോയായി മാറി. മറുവശത്ത് തോറ്റെങ്കിലും ലൂക്ക മോഡ്രിച്ചിന്റെയും ക്രൊയേഷ്യയുടെയും പോരാട്ടവീര്യം ഫുട്ബോൾ ലോകത്തിന്റെ ആദരവ് നേടി. ഇനി പോർച്ചുഗലിനെ കാത്തിരിക്കുന്നത് ശക്തരായ സ്പെയിനിനെതിരെയായ വമ്പൻ പോരാട്ടമാണ്. റൊണാൾഡോയുടെ ലോകകപ്പ് സ്വപ്നം തുടരുമോ അതോ സ്പെയിൻ തടയുമോ? ഇതറിയാൻ അടുത്ത മത്സരം വരെ കാത്തിരിക്കാം. ഈ മത്സരത്തിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇംപ്രസ് ചെയ്ത താരം ആരാണ്? റൊണാൾഡോയോ, മോഡ്രിച്ചോ, ഗോൺസലോ റാമോസോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നന്ദി.